അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ദ കിസ്സിംഗ് ഹാൻഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. പേജ് നമ്പർ 14ലാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. ആദ്യം ഗ്ലോസറി, വേർഡ്സിൻ്റെ മീനിങ് ആണ്. നമ്മളത് പഠിപ്പിച്ചപ്പം അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഒന്നും കൂടി നോക്കാം. കോസി, ഗിവിങ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട്, സുരക്ഷിതത്വം. എഡ്ജ്, ദ ഔട്ടർ ബൗണ്ടറി, അതിർത്തി. ജെന്റ്ലി, ഇൻ എ കൈൻഡ് മാനർ, ശാന്തമായ. നസിൽ, ടു റബ് അഗൈൻസ്റ്റ് ജെന്റ്ലി വിത്ത് ദി നോസ് ആൻഡ് മൗത്ത്, മൂക്കും വായയും ഉപയോഗിച്ച് ഇങ്ങനെ തലോടുന്നതിനാണ് നസിൽ എന്ന് പറയുന്നത്. സ്കാമ്പർ, ടു റൺ വിത്ത് ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്പ്, ചെറിയ കാലടികൾ വെച്ച് വളരെ സ്പീഡിൽ നടന്നു പോകുന്നതിനെയാണ് സ്കാമ്പർ എന്ന് പറയുക. സ്കാരി, കോസിങ് ഫിയർ, ഭയം ഉണ്ടാക്കുന്നത്. സ്വിങ്, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, മുന്നോട്ടും പുറകോട്ടും ആടുന്നതിനെ, ഊഞ്ഞാലാണത്. ടീസ്, ടു മേക്ക് ഫൺ ഓഫ്, മറ്റൊരാളെ നമ്മൾ പരിഹസിക്കുന്നതിനെ അല്ലെ കളിയാക്കുന്നതിനെയാണ് ടീസ് എന്ന് പറയുക. ടിങ്കിൾ, ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിങ്ങിങ് സെൻസേഷൻ, ഒരു കുത്തിക്കയറുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ്, അതായത് വലിയ ശക്തിയിലൊന്നുമല്ല, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു ഫീലിംഗ്. ടൈനി, വളരെ ചെറിയ. ടോസ്റ്റി, എ പ്ലസന്റ് ഫീലിംഗ് ഓഫ് വാംത്ത്, ഊഷ്മളമായ ഒരു അനുഭവം, അതാണ്. വാംത്ത്, എ പ്ലസന്റ് സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് അഫെക്ഷൻ, നമുക്ക് ഒരാളോട് അടുപ്പവും സ്നേഹവും ഒക്കെ കൂടി കലർന്ന ഒരു ഫീലിംഗ്, അതാണ് വാംത്ത്. വൈപ്പ്, ടു ക്ലീൻ ബൈ റബ്ബിങ്, തുടച്ച് നീക്കുന്നതിനെയാണ് വൈപ്പ് എന്ന് പറയുക. വൈപ്പർ, നമ്മൾ വണ്ടിയിലെ വെള്ളം വൈപ്പ് ചെയ്യില്ലേ അത്. വ്രാപ്പ്, ടു കവർ ഓർ എൻക്ലോസ് ഇൻ എ പേപ്പർ ഓർ അതർ സോഫ്റ്റ് മെറ്റീരിയൽ, പൊതിയുന്നതിനെയാണ് വ്രാപ്പ് എന്ന് പറയുക. പേപ്പറിലോ തുണിയിലോ പൊതിയുന്നതിനെയാണ് വ്രാപ്പ് എന്ന് പറയുക. ഇനി ആക്ടിവിറ്റി ഫസ്റ്റിലേക്ക് നമുക്ക് പോവാം. ഗെസ്സിംഗ് ഗെയിം. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗെസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. If your friends can guess the word, they will be the winners. If your friends fail to find out the word, you will be the winner. അതായത് നമ്മൾ യൂണിറ്റിൽ നിന്ന് ഒരു വാക്ക് എടുക്കണം, എന്നിട്ട് നമുക്കത് ആക്ട് ചെയ്ത് കാണിക്കണം ക്ലാസ്സിൽ. ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ആ ഫ്രണ്ട് ജയിച്ചു. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു. അപ്പം ഉദാഹരണത്തിന് സ്വിങ്, അപ്പം മുന്നോട്ടും പുറകോട്ടും നിങ്ങൾ ആടി കാണിക്കുമ്പോൾ അത് ഊഞ്ഞാൽ എന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ശരിയാണ്. അതുപോലെ വൈപ്പ്, വൈപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് അഭിനയിച്ച് കാണിക്കാം. അതുപോലെ വ്രാപ്പ്, പൊതിയുക, ഇതൊക്കെ നമുക്ക് ആക്ട് ചെയ്ത് കാണിക്കാവുന്ന വാക്കുകളാണ്. സ്കാമ്പർ പറ്റും, നസിൽ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ആക്ടിവിറ്റി, സെക്കൻഡ്, പേജ് നമ്പർ 15. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി, ഹാവിൻറ്റ് യു? നിങ്ങൾ ഇത് റീഡ് ചെയ്തത് എൻജോയ് ചെയ്തില്ലേ? In this story, Chester Raccoon experiences different feelings. Some of his feelings are given below in column A. Match them with a suitable emoji given in column B. അപ്പം ചെസ്റ്റർ റാക്കൂണ് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് ഫീലിങ്സ് ആണ് കോളം എയിൽ തന്നിട്ടുള്ളത്. ബിയിൽ കുറച്ച് ഇമോജീസ് ഉണ്ട്. പക്ഷെ ആ ഇമോജീസ് ശരിയായിട്ടല്ല തന്നിരിക്കുന്നത്. നമ്മളതിനെ ഓർഡർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇമോജീസ് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തേത്, വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. ന്യൂ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ എല്ലാവരും എന്താവും? ഹാപ്പി ആവും. സോ കോളം ബിയിലെ രണ്ടാമത്തേതാണത്. 3, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, അപ്പോൾ അത് കോളം ബിയിൽ ഫസ്റ്റ് വൺ. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അതേതാണ്? ലാസ്റ്റത്തേതാണ്. ആ കോളം ബിയിൽ ലാസ്റ്റ് തന്നിരിക്കുന്ന ഇമോജിയാണ്. അടുത്തത്, വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അത് മൂന്നാമത്തേതാണ്. മൂന്നാമത്തെ ഇമോജി ഹാർട്ടിൻ്റെ സിമ്പലുള്ള. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3, ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിംഗ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവഡ് വൺസ്. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദി ക്ലാസ് റൂം. അതായത് നമ്മുടെ കിസ്സിംഗ് ഹാൻഡ്സിനകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? ചെസ്റ്ററിൻ്റെ അമ്മ കൊടുത്ത ആ കിസ്സുമായിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത്. അപ്പം അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഒരു ഹാൻഡിൻ്റെ ട്രേസ് ഒരു പേപ്പറിൽ ഉണ്ടാക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരോട് പറയാനുള്ള മെസ്സേജും നിങ്ങൾ അതിൽ എഴുതണം. നമ്മളിപ്പോൾ ചെസ്റ്റർ എങ്ങനെയാണ് പറഞ്ഞത് അമ്മയോട്? ചെസ്റ്റർ ലവ്സ് യു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള ഒരു മെസ്സേജും അതിൽ ഇംപ്രിൻറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ സ്കൂളിൽ എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ, ക്ലാസ്സിൽ എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടാക്കുക. Then activity 4. Some events from the story are given below in a jumbled way. You may arrange them properly and write them down in the space provided.
ഈ സ്റ്റോറിയിലെ പ്രധാന സംഭവങ്ങൾ ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുന്നു, അതായത് ഓർഡർ തലതിരിച്ച് തന്നിരിക്കുന്നു. നിങ്ങളതിനെ ഓർഡറിലാക്കണം. വായിക്കാം. Miss Raccoon said she would share a wonderful secret. Chester took his mother's hand and kissed her palm. Chester told his mother that he did not want to go to school. Chester danced his way to school as his mother watched. Miss Raccoon kissed Chester in the middle of his palm. അതെങ്ങനെയാവും? അതിങ്ങനെയാണ്. Chester told his mother that he did not want to go to school. ഫസ്റ്റ് അല്ലേ, സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. 2, Miss Raccoon said she would share a wonderful secret. അമ്മയ്ക്കൊരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. 3, Miss Raccoon kissed Chester in the middle of his palm. അമ്മ ചെസ്റ്ററിന്റെ ഉള്ളം കയ്യിൽ ഉമ്മ വെച്ചു. അടുത്തത്, Chester took his mother's hand and kissed her palm. ചെസ്റ്റർ അമ്മയുടെ കയ്യിലും തിരിച്ചു ഉമ്മ കൊടുത്തു. നെക്സ്റ്റ്, ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അമ്മ നോക്കി നിന്നപ്പോൾ അവൻ ഡാൻസ് ചെയ്ത് സ്കൂളിലേക്ക് ഓടി പോയി. അതാണ് അതിൻ്റെ ഓർഡർ. ഇനി ആക്ടിവിറ്റി 5. Chester Raccoon doesn't want to go to school. His mother compels him. Here is a part of the conversation that takes place between them. Complete the conversation and role play it. അതായത് രണ്ടുപേര് തമ്മിലുള്ള, ചെസ്റ്ററിൻ്റെ അമ്മയും ചെസ്റ്ററും കൂടി കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ശേഷമാണ് ചെസ്റ്റർ സ്കൂളിൽ പോകാൻ റെഡിയായത്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ആ ഒരു കോൺവെർസേഷൻ ഇവിടെയും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലെ അതേപടി നമ്മൾ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി എഴുതാം. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ആക്ടിവിറ്റി 5. ചെസ്റ്റർ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ പറയാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. മദർ, നോ ഡിയർ, യു മസ്റ്റ് ഗോ. നീ പോവണം. വീണ്ടും ചെസ്റ്റർ പറയുന്നു, ചെസ്റ്റർ, നോ ഐ ഡോണ്ട് വാണ്ട് ടു, നോ ഐ വാണ്ട് ടു ബി ഹിയർ വിത്ത് യു. നോ ഐ വാണ്ട് ടു ബി ഹിയർ വിത്ത് യു. എനിക്കിവിടെ ഇരിക്കാനാണ് താല്പര്യം. മദർ, യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ സ്കൂള് ഇഷ്ടപ്പെടും. സിസ്റ്റർ, ബട്ട് ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചാൽ മതി. മദർ, ഇൻ സ്കൂൾ യു വിൽ ഗെറ്റ് സോ മെനി ഗുഡ് ഫ്രണ്ട്സ്. സ്കൂളിൽ നിനക്ക് ധാരാളം ഫ്രണ്ട്സിനെ കിട്ടും. ചെസ്റ്റർ, ബട്ട് ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സിൻ്റെ കൂടെ കളിച്ചാൽ മതി. മദർ, ദെയർ ആർ സോ മെനി ടോയ്സ്. ചെസ്റ്റർ, ഈസ് ഇറ്റ് ട്രൂ? അമ്മ പറഞ്ഞു അവിടെ ധാരാളം ടോയ്സ് ഉണ്ട്. അപ്പോൾ ചെസ്റ്റർ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് ട്രൂ? മദർ, യെസ് ഡിയർ, സ്കൂൾ ഈസ് എ വണ്ടർഫുൾ പ്ലേസ് ഫോർ ലേണിംഗ് ആൻഡ് പ്ലേയിങ്. സ്കൂള് ഒരു മനോഹരമായ സ്ഥലമാണ്, എന്തിന്? കളിക്കാനും പഠിക്കാനും ഒക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദി സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ഹിയർ വാട്ട് ഹി സീസ്. ഡിസ്ക്രൈബ് ഇറ്റ്. ചെസ്റ്ററും അമ്മയും കൂടി സ്കൂളിൽ ചെന്നു, ഓഫീസിൽ കയറി. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കാണാം? നമുക്ക് പടം തന്നിട്ടുണ്ട് ഓഫീസിൻ്റെ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഡിസ്ക്രിപ്ഷന് എഴുതണം. സ്കൂൾ ഓഫീസ് ഇസ് എ ബ്യൂട്ടിഫുൾ റൂം. ബ്യൂട്ടിഫുൾ അല്ലേ? അതെ. ദെയർ ഈസ് വൺ ടേബിൾ ഇൻ ദി മിഡിൽ വിത്ത് വൺ ചെയർ. ഇറ്റ് ഈസ് ഹെഡ് മാസ്റ്റേഴ്സ് ചെയർ. ദെയർ ഈസ് എ കോർണർ ടേബിൾ വിത്ത് 2 ചെയേഴ്സ്. 2 ക്ലർക്സ് ആർ ഡിസ്കസിങ് സംതിങ്. 2 ക്ലർക്സ് ഇരുന്ന് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു. എ കമ്പ്യൂട്ടർ ഈസ് കെപ്റ്റ് ഓൺ ദി ടേബിൾ. നെയിം ഓഫ് ദി സ്കൂൾ ഈസ് ABC സ്കൂൾ. A fan is hanging on the ceiling. A clock is on the wall. The waste basket is kept under the table. അടുത്തത് ആക്ടിവിറ്റി